ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ച് മുൻപ് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി കേട്ടോ. അനുമോളും അക്ബർ ഇങ്ങനെ വല്ലാണ്ടങ്ങ് കരയുവാണ്. കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടൊന്നല്ല കേട്ടോ, വലിയ ഇഷ്യൂ തന്നെയാണ്. അനുമോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ജിഷിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഉള്ളതാണോന്ന് അറിയത്തില്ലേ. ആര്യനും അക്ബറൊക്കെ പറയുന്നുണ്ട് ആദില ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്, അതുകൊണ്ട് അക്ബർ വളരെയധികം ഇമോഷണൽ ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അനുമോൾ ഒരു നമ്പർ എഴുതിയിട്ട് ആദിലയുടെ അടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് അത് അനുവിന്റെ PR-നെ വിളിച്ചിട്ട് അക്ബറിനെ നെഗറ്റീവ് ആക്കണം എന്നൊക്കെ അനു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദില പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. അനുമോള് ആദിലയുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ആദില അത് നൂറയുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ആദില പോയതിന് ശേഷം നമ്മുടെ നൂറ് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ അക്ബറിന്റെയും ആര്യന്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് നമ്മുടെ നൂറ് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആദിലേക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്നാൽ അനുമോള് വെറുതെ വിട്ടുകൂടാ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ അക്ബറിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇത്രയും നാളെ കണ്ടതിൽ വെച്ചിട്ട് ഇത്രയും ഇമോഷണൽ ആയിട്ട് ശരിക്കും കാണുമ്പോൾ സങ്കടം തോന്നിപ്പോയി കേട്ടോ ഇവരുടെ അവസ്ഥ. ഇവിടെ നോക്കണം, നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഇവര് 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ച എല്ലാ കാര്യങ്ങളും അനുമോൾക്ക് എതിരായിട്ട് കളിക്കാൻ ആദില നൂറ ഉപയോഗിക്കുന്നുണ്ട്. ആദില ഇല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ നൂറ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അനു പറഞ്ഞ കാര്യം വളച്ചൊടിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ നൂറ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആദില അങ്ങനെ പറഞ്ഞു എന്ന് നൂറ പറയുമല്ലേ ചെയ്യുന്നത്. ആ സമയം അക്ബറും നമ്മുടെ അനുമോളൊക്കെ ഇത്രയും ഇമോഷണൽ ആകുന്ന സമയത്ത് നമുക്കൊരൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവർ അത്രയും ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. ഒന്നാമതേ പുറത്തു നിന്ന് ആൾക്കാർ കയറി വന്നിട്ട് അവരുടെ ആ ഒരു സംസാരവും ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പുറത്ത് എങ്ങനെയാണ് എന്നുള്ളത്. ആ സമയത്ത് വീട്ടിനകത്ത് ഉള്ളവരും അവിടുന്ന് പോകുന്നവരും ഒക്കെ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ആരായാലും ഒന്ന് ഡൗൺ ആയിട്ട് പോകും. സത്യം പറയല്ലോ, എനിക്ക് ആദ്യമേ തോന്നിയ ഒരു കാര്യമായിരുന്നു, ഈ അനുമോൾക്ക് ചേർന്ന ഒരു സുഹൃത്തുക്കളല്ല ഇവരാരും കേട്ടോ. അനു ആരോടൊക്കെ എടുത്തിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം പണി മാത്രമേ അനുവിന് കിട്ടിയിട്ടുള്ളേ. അനുമോൾക്ക് ഇവിടെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഈ ഒരു ആദിലയും നൂറയൊക്കെ കേട്ടോ. പക്ഷെ ആ ഒരു വിശ്വാസം, ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെ നമ്മുടെ ഇവിടെ ആദിലയും നൂറയും ഒരു ആയുധമാക്കി എടുത്തേ.